കുടിവെള്ളക്ഷാമത്താൽ നട്ടം തിരിയുന്ന പുനലൂർ നഗരത്തിൽ വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന ഒരു ജലസ്രോതസ്സുണ്ട്. നെല്ലിപ്പള്ളി പമ്പ് ഹൌസിന് സമീപത്തെ ആമക്കുളം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും നടപടിയെടുക്കുമെന്ന് 1000 നാവുകൾ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും കൺമുന്നിൽ ഒരു പരിഗണനയുമില്ലാതെ ആമക്കുളം നശിക്കുകയാണ്. ഒരിക്കൽ ഈ കുളത്തിൽ ധാരാളം ജലമുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ പ്രശസ്തമായ പല ജലസ്രോതസ്സുകളെയും പോലെ ആമക്കുളവും പ്രയോജനരഹിതമായി കാടുപിടിച്ചു. നോക്കാനും കാണാനും ആരുമില്ല. കുടിവെള്ളത്തിനു വേണ്ടി സമരം തുടരുമ്പോഴും നശിക്കുന്ന ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും അധികൃതരും മുൻകൈയെടുത്താൽ നന്ന്. അതിപുരാതനമായ ഒരു പ്രകൃതിദത്തമായി ജലം ലഭിക്കുന്ന ഒരു ശുദ്ധജല സ്രോതസ്സാണിത്. ഇത് ഏതാണ്ട് 40 സെന്റോളം വിസ്തീർണം ഉണ്ടായിരുന്ന ആമക്കുളം എന്നറിയപ്പെടുന്ന ഈ കുളം ഈ പരിസരവാസികളും ഒക്കെ കയ്യേറി, അതുപോലെ തന്നെ കാട് മൂടിക്കിടക്കുകയാണ്. ഈ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇത് പുനലൂർ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് അത് നവീകരിച്ച് അതിൻ്റെ സൈഡുകൾ കെട്ടിയെടുത്ത് ഇത് നമ്മുടെ കോഴിക്കോട്ട് പട്ടണത്തിൻ്റെ നടുക്ക് ഒരു മുതലക്കുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട്. കെട്ടി ആ ടൗണിന് അലങ്കാരമായിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കുളമുണ്ട്. അതുപോലെ ഈ പുനലൂർ ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കുളം ഇത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ഇതിൻ്റെ സൈഡുകൾ കെട്ടി ഇതിൻ്റെ കാടുകൾ വെട്ടിത്തെളിച്ച് ഇത് ഒരു ശുദ്ധജല സ്രോതസ്സാക്കി മാറ്റണം എന്നാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.